ദിവസങ്ങളായി നമ്മൾ കാത്തിരിക്കുന്ന RRB ഗ്രൂപ്പ് ഡി കേസിന്റെ ഫൈനൽ അപ്ഡേറ്റ് ആണ് മക്കളെ ഇന്നലെ വന്നു കഴിഞ്ഞത്. ആ ഒരു അൺസർട്ടനിറ്റി ഒക്കെ മാറിക്കഴിഞ്ഞു. എന്നാൽ നിങ്ങളിൽ പലരും ഇപ്പോഴും ആശയക്കുഴപ്പത്തിൽ തന്നെയാണ്. ധാരാളം ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എന്നാണ് എക്സാം നടക്കുന്നത്? ഇനി എങ്ങനെ പഠിച്ചാലാണ് എനിക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത്? ഏതൊക്കെയാണ് ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള ടോപ്പിക്സ് തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോഴും എന്തില്ല, ഒരു ഉത്തരമില്ല. ആ ഒരു ഉത്തരം കണ്ടെത്തുക എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ലക്ഷ്യമാക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമുക്കറിയാവുന്ന പോലെ തന്നെ RRB ഗ്രൂപ്പ് ഡിക്ക് 4 പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സിന് 25 ക്വസ്റ്റ്യൻസ് ആണ്, 25 മാർക്സ്. അതേപോലെ തന്നെയാണ് റീസണിങ്. ഏറ്റവും വെയിറ്റേജ് ഉള്ള സബ്ജക്ട് ഏതാന്ന് ചോദിച്ചാൽ അത് റീസണിങ് ആണ്. 30 questions and 30 marks. Then general സയൻസിലേക്ക് വരുമ്പോൾ 25 questions and 25 marks ആണ്. അതേപോലെ തന്നെയാണ് കറണ്ട് അഫയേഴ്സ് ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ 20 questions and 20 marks. സോ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, 100 മാർക്സ്, 90 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഈ എക്സാമിന്റെ ഓവറോൾ സിലബസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെക്ഷന്റെ പ്രധാനപ്പെട്ട എയിം എന്താന്ന് ചോദിച്ചാൽ, ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അത് വെറുതെ നമ്മൾ പറയുവല്ല, ലാസ്റ്റ് PYQ ഒക്കെ അനാലിസിസ് ചെയ്ത് നമ്മൾ അതിന്റെ ഒരു ഡേറ്റ ബേസ്ഡ് ആണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഏതൊക്കെ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്കളെ. സോ എന്താണ് ഈ ഒരു ഫൈനൽ പ്ലാനിന്റെ, അല്ലെങ്കിൽ ഈ ഒരു NTPCയുടെ ഒരു സ്റ്റഡി പ്ലാനിന്റെ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ ടൈം തന്നെയാണ് മക്കളെ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഹൈലി പ്രൊഡക്റ്റീവ് ആയിരിക്കണം. ആ ഒരു ഹൈലി പ്രൊഡക്റ്റീവിനെ നമുക്ക് എന്ത് വേണം, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണം. സോ ടൈമാണ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ്. ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് എന്ത് വേണം, ഹൈലി പ്രൊഡക്റ്റീവ് ആയിരിക്കണം. സോ there should be a plan, ഒരു പ്രോപ്പർ പ്ലാൻ നമുക്ക് വേണം മക്കളെ. സോ അതേപോലെ തന്നെ നമുക്കറിയാം 4 സബ്ജക്റ്റുകളാണ് നമുക്കുള്ളത്. സോ ഈ 4 സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബാലൻസ്ഡ് ആയിട്ട് പോകണം. നമുക്ക് വെറുതെ ജയിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം എന്താണ്, ജോലിയാണ് നമുക്ക് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിനും നമ്മൾ എന്ത് കൊടുക്കണം, ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിരിക്കണം. ദെൻ സെയിം ടൈം സ്മാർട്ട് റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്മാർട്ട് റിവിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ 20% പഠിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ആ 20% നിങ്ങൾ റിവൈസ് ചെയ്തിട്ടേ പോകാവല്ലോ. അല്ലെങ്കിൽ നിങ്ങൾ ആ 20% നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായി പോവും, നഷ്ടമായി പോവും മക്കളെ. സോ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ റിവിഷനെ സപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചാൽ, പ്രാക്ടീസ് ചെയ്യുക. എന്ത്, മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, PYQ എക്സാംസ് ടെസ്റ്റ് എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ റെഗുലർലി ഇനിയുള്ള ദിവസങ്ങളിൽ റെഗുലർ ആയിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്യുക. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് വരുമ്പോൾ ആദ്യമേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ആണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് മാത്തമാറ്റിക്സിനുള്ളത്, 25 മാർക്സ്. മാത്തമാറ്റിക്സിലേക്ക് വരുമ്പോൾ ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ, ബോട്ട് മാസ് പോലെയുള്ള ബേസിക് മാത്തമാറ്റിക് ഓപ്പറേഷൻസ് നിങ്ങൾ നോക്കിയിരിക്കണം. 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അവിടെ നിന്ന് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് വരുന്നത്. സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഏതൊരു എക്സാമിനും റെഗുലർലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. 2 മുതൽ 3 ക്വസ്റ്റ്യൻസ് വരെ അവിടുന്ന് വന്നുണ്ട്. ദെൻ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ 3 ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരുന്നുണ്ട്. ദെൻ മെൻസുറേഷൻ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇവിടെ ഞാൻ എല്ലാ ടോപ്പിക്സും ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ അവസാന നിമിഷമേ ഉള്ളൂ, നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. ആ കുറച്ച് സമയത്ത് ഹൈലി പ്രൊഡക്റ്റീവ് ആക്കണം. സോ ഹൈലി പ്രൊഡക്റ്റീവ് ആക്കണമെങ്കിൽ ഹൈ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആയിരിക്കും നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ മെൻസുറേഷനിലേക്ക് വരുമ്പോൾ വീണ്ടും 3 മാർക്ക് വരെ, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻസ് വരെ എവിടുന്ന് വരുന്നുണ്ട്, മെൻസുറേഷൻ വരുന്നുണ്ട്. പെർസെന്റേജിലേക്ക് വരുമ്പോഴും നമുക്ക്
to 3 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇത് PYQ നമ്മൾ നോക്കുമ്പോഴും പെർസെന്റേജ് ഒന്നും എന്ത് ചെയ്യാൻ സാധിക്കില്ല, നമുക്ക് ഒഴിവാക്കി വിടാൻ പറ്റാത്ത ഒരു ടോപ്പിക് തന്നെയാണ് പെർസെന്റേജ് എന്ന് പറയുമ്പോൾ. പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുമ്പോഴും നമുക്ക് 3 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം തുടങ്ങിയ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. 2 to 3 നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടുന്ന് കാണാൻ സാധിക്കും. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക് 3 ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ആവറേജിൽ എടുത്താലും നമുക്ക് 2 ക്വസ്റ്റ്യൻ വരെ നമുക്ക് അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ മാത്തമാറ്റിക്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മൾ ആ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഈസി ടു അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാത്തമാറ്റിക്സിന് ഒരു ഈസി ടു മോഡറേറ്റ് ലെവൽ വരെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഒഴിവാക്കല്ലേ മക്കളെ. ഇത് നിങ്ങൾ റിവൈസ് ചെയ്ത് തന്നെ പോകേണ്ട ഒരു ടോപ്പിക് തന്നെയാണ്. നമുക്ക് കുറച്ച് സമയത്തിൽ ഹൈലി പ്രൊഡക്റ്റീവ്, അതാണ് നമ്മുടെ മോട്ടോ എന്ന് പറയുന്നത്. സോ ദെൻ നമ്മൾ റീസണിംഗിലേക്ക് വരുമ്പോൾ എന്താണ്, സീരീസ്, ആൽഫബറ്റ് സീരീസ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് സീരീസ് എന്ന് പറയുന്നത്. ആൽഫബറ്റ് സീരീസ് എന്ന് പറയുന്നത് 4 ക്വസ്റ്റ്യൻസ് വരെ അവിടുന്ന് വരുന്നുണ്ട്. കോഡിംഗ്, ഡീകോഡിംഗിന് 3 മുതൽ 4 ക്വസ്റ്റ്യൻസ് വരെ വരുന്നുണ്ട്. പസിൽ നിന്ന് വരുന്നുണ്ട് 3 to 4 ക്വസ്റ്റ്യൻസ്. ദെൻ സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ നിന്ന് വരുന്നുണ്ട് 4 ക്വസ്റ്റ്യൻസ്. സിലോജിസത്തിൽ നിന്ന് വരുന്നുണ്ട് 2 ക്വസ്റ്റ്യൻസ്. ദെൻ ഓഡ് വൺ ഔട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതൊന്നും വളരെ പാടുള്ള ഒരു ഏരിയ ഒന്നും അല്ല, നിങ്ങളൊന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഒപ്പം തന്നെ വരുന്ന ഏരിയാസ് ആണ്. സോ ഈ ഒരു ഏരിയ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യല്, നിങ്ങൾ ഒഴിവാക്കൽ മക്കളെ. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ഏരിയ ഹൈലി വെയിറ്റേജ് ആയിട്ടുള്ള ഏരിയാസ് ഫോക്കസ് ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പഠിക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് കിട്ടും, RRB ഗ്രൂപ്പ് ഡി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. സോ ദെൻ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരാം. ബ്ലഡ് റിലേഷൻ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. ഡയറക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ക്വസ്റ്റ്യൻസ് ഡയറക്ഷനിൽ നിന്ന് വരുന്നുണ്ട്. കലണ്ടറിലേക്ക് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻ, കലണ്ടർ ക്ലോക്കിലേക്ക് വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് അവിടുന്ന് വരുന്നുണ്ട്. അനലോഗ്സിലേക്ക് വരുമ്പോഴും 2 ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ദെൻ ജനറൽ സയൻസിലേക്ക് വരുമ്പോൾ 25 ക്വസ്റ്റ്യൻസ് ആണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. ജനറൽ സയൻസ് തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതിൽ ഫിസിക്സിന് നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. ഫിസിക്സിന് 9 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം, ഫിസിക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ഫിസിക്സിൽ തന്നെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഫോഴ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ലൈറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ഒരിക്കലും നോക്കാതെ പോകല്ലേ. എനർജി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. 10th CBSE ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. സോ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ആറ്റം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ആറ്റം, ദെൻ പാർട്ടിക്കിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അവിടുന്ന് വരുമ്പോൾ മോളിക്യൂൾസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. കെമിക്കൽ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നമുക്ക് കെമിസ്ട്രിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ബയോളജിയിലേക്ക് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമൻ ബോഡി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. ഡിസീസസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കറണ്ട് അഫേഴ്സിൽ കാണുന്ന ഡിസീസസ് ഒക്കെ നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ റെക്കോർഡിംഗ് സെക്ഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. സോ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. വളരെ റീസെന്റ് ആയിട്ടുള്ള ഔട്ട് ബ്രേക്കുകളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. സോ ഹ്യൂമൻ ബോഡി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഡിസീസസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അതേപോലെ തന്നെയാണ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. സോ ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ നോക്കിയിരിക്കണം മക്കളെ. സോ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു, മോഷൻ, അതേപോലെ തന്നെ എനർജി, ലൈറ്റ്, ഫോഴ്സ് തുടങ്ങിയ ചാപ്റ്റേഴ്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്ത് നിങ്ങൾ പോകല്ലേ. ഇലക്ട്രിസിറ്റി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇലക്ട്രിസിറ്റി നിങ്ങൾ നോക്കുക. ദെൻ കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ ആറ്റം, മോളിക്യൂൾസ്, പാർട്ടിക്കിൾസ്, ദെൻ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് നോക്കി പോവുക. ബയോളജിയിലേക്ക് വരുമ്പോൾ ഹ്യൂമൻ ബോഡീസ്, ഡിസീസ് അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ, ന്യൂട്രീഷൻ തുടങ്ങിയ വിറ്റാമിൻസ് തുടങ്ങിയ ഏരിയാസ് എന്ത് ചെയ്യുക, ഒന്നും കൂടി ഒക്കെ റിവൈസ് ചെയ്ത് പോവുക. ദെൻ നമ്മൾ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്ന ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ടോപ്പിക്കിന് എപ്പോഴും എന്ത് സംഭവിക്കുന്നുണ്ട്, വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഹിസ്റ്ററി എടുക്കുമ്പോൾ 3 to 4 ക്വസ്റ്റ്യൻസ് വരെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഒന്ന് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്, അതേപോലെ തന്നെ ഗാന്ധിയുടെ അറൈവൽ ഓഫ് ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു ഏരിയ റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ തന്നെയാണ്. സോ ദെൻ നമ്മൾ പറയുമ്പോൾ മുഗൾ എംപയർമാരുടെ ചരിത്രത്തെ കുറിച്ചും നമുക്ക് ക്വസ്റ്റ്യൻസ് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് കൂടുതലും ഹിസ്റ്ററിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ പൊളിറ്റിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് പൊളിറ്റി എന്ന് പറയുന്നത്. 5 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പൊളിറ്റിയിൽ വരും. പൊളിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റിൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കല്. കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതും വന്നിട്ടുമുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പാർലമെന്റ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ നമ്മുടെ പഞ്ചായത്ത് രാജ് സിസ്റ്റം മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സോ ഇത്രയും ഏരിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ വേൾഡ് ജോഗ്രഫി ആണെങ്കിലും ഇന്ത്യൻ ജോഗ്രഫി ആണെങ്കിലും നമ്മൾ റിവേഴ്സ് സിസ്റ്റത്തെ കുറിച്ച് നോക്കുക, ഡ്രെയിനേജ് സിസ്റ്റം എന്ന് നമ്മൾ ജോഗ്രഫിക്കലി പറയും. ഡ്രെയിനേജ് സിസ്റ്റത്തെ കുറിച്ച് നോക്കുക, മൗണ്ടൻസിനെ കുറിച്ച് നോക്കുക, റേഞ്ചസിനെ കുറിച്ചൊക്കെ ഒന്ന് നോക്കിപ്പോയാൽ മതി. നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻസ് വരെയാണ് നമുക്ക് അവിടുന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. എക്കണോമിയിലേക്ക് വരുമ്പോൾ വളരെ കറന്റ് ആയിട്ടുള്ള എക്കണോമിക്സിലേക്ക് പോവുക, ഇൻഡെപ്തിലേക്ക് പോകാതെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. കാരണം ഇനി നമുക്ക് എന്തില്ല, നമുക്ക് സമയമില്ല. നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ച് വെറുതെ എന്താക്കണ്ട, ഉള്ളതും കൂടെ നമ്മൾ കളയല്ല. നമ്മൾ എന്താണോ പഠിച്ചത് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം വളരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്സ് ആണ് ഈ പറയുന്ന പോലെ തന്നെ കറണ്ടിൽ എടുക്കുമ്പോൾ ഇപ്പൊ GST സ്ലാബിലുള്ള ഒരു വ്യത്യാസം. സോ GST റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇതെല്ലാം നമുക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് കറണ്ട് അഫേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ഈ വീഡിയോ റിപ്പീറ്റഡ്ലി കാണുക. നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്. പ്രത്യേകിച്ചും റീസണിങ്ങിലും മാത്തമാറ്റിക്സും വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയാസ് ആണ് റീസണിങ്ങും മാത്തമാറ്റിക്സും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റിപ്പീറ്റഡ്ലി കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. എന്തൊക്കെയാണ് നമ്മൾ ഇനിയുള്ള സമയങ്ങളിൽ, വളരെ ചുരുങ്ങിയ സമയത്ത് ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും മക്കളെ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയായിരിക്കും, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്നുള്ള ഒരു മനോഭാവമായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റഡ്ലി കാണുക. ദെൻ നമ്മൾ ഇവിടെ ഒരു ടെസ്റ്റ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഒരു പ്രിപ്പറേഷന്റെ സ്റ്റേജിൽ. പ്രത്യേകിച്ചും ഏറ്റവും അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ആ ഒരു പ്രിപ്പറേഷനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ടെസ്റ്റ് സീരീസ് എടുക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഏതൊക്കെയാണ് നമ്മുടെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത്. ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ്, ടെസ്റ്റ് എടുക്കുക, റിപ്പീറ്റഡ്ലി ടെസ്റ്റ് എടുക്കുക. നമ്മുടെ ടെസ്റ്റ് സീരീസ് ഓൾറെഡി ഓൺ ഗോയിങ് ആണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എൻറോൾ ചെയ്യുക, നിങ്ങൾ കൂടുതൽ ടെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എക്സാമിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. സോ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് കിട്ടും. സോ ടെസ്റ്റ് എടുക്കുക, റിപ്പീറ്റഡ്ലി ആ ടെസ്റ്റ് എന്ത് ചെയ്യുക, അനാലിസ് ചെയ്ത് നോക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വളരെ വൃത്തിയോടെ ചെയ്താൽ തന്നെ നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചുരുങ്ങിയ സമയത്ത് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ച് തന്നെ പറയുന്നു. സോ അതേപോലെ തന്നെ കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.